നിങ്ങൾ മനസ്സിലാക്കണം, ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ പ്രസക്തിയുള്ള മഹാകുംഭമേളകൾ രുദ്രപ്രയാഗിലും ചെറിയ കുംഭമേള ഇവിടെ ഭാരതപ്പുഴയുടെ തീരത്തും നടത്തുമ്പോൾ നാഗസന്യാസിമാർ, ഉടുക്കാത്ത സന്യാസിമാർ വന്നിരുന്നിട്ട് അവരെ തൊഴാൻ വേണ്ടിയിട്ട് ആയിരക്കണക്കിന് ആളുകൾ തീർത്ഥാടനത്തിന് പോകുമ്പോൾ നമ്മൾ ഗൗരവതരമായി ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഈ രാജ്യം എന്തുകൊണ്ടാണ് പട്ടിണി രാജ്യമായത്? പട്ടിണി റാങ്കിങ്ങിൽ ഐക്യരാഷ്ട്രസഭ തയ്യാറാക്കിയിരിക്കുന്നതിൽ 102-ാം സ്ഥാനത്താണ് ഇന്ത്യ. 101 രാജ്യങ്ങളുടെ പിറകിലാണ് നമ്മൾ. ലോകത്ത് ഏറ്റവും കുട്ടികൾ മരിക്കുന്ന രാജ്യങ്ങളിൽ ഇന്ത്യ 3-ാം സ്ഥാനത്താണ്. ഇന്ത്യ ആരാ? സന്താന ഗോപാലകൃഷ്ണന്റെ നാടാണ്. ബ്രാഹ്മണന്റെ കുട്ടികളെല്ലാം മരിച്ചു പോകുന്ന സങ്കടം കൊണ്ട് അർജുനോട് സങ്കടം പറഞ്ഞപ്പോ അർജുനൻ പറഞ്ഞു, ഞാൻ ഇനി ഏറ്റെടുക്കാം, ഇനി ഒരു കുട്ടി മരിച്ചെങ്കിൽ ഞാൻ തീത്തുള്ളി മരിക്കും. എന്റെ ഗാന്ധീപം കണ്ടോ, ആ ഗാന്ധീപം വെച്ചിട്ട് ഞാൻ കാലനെ പോലും കൊല്ലും എന്ന് പറഞ്ഞിട്ട് അടുത്ത തവണ ബ്രാഹ്മണന്റെ ഭാര്യ ഗർഭിണിയായപ്പോൾ അവരുടെ കൂടെ ഗാന്ധീപവും കുലച്ചിട്ട് കാവൽ നിന്നു അർജുനൻ. അവസാനം പ്രസൂതികാ ഗൃഹത്തിൽ നിന്ന് പുറത്തേക്ക് കേൾക്കുന്ന ശബ്ദം കുഞ്ഞിന്റെ കരച്ചലായിരുന്നില്ല, അമ്മയുടെ കരച്ചലായിരുന്നു. ജനിക്കുമ്പോഴേക്കും കുട്ടി മരിച്ചുപോയി. ഈ ബ്രാഹ്മണൻ അർജുനോട് ചോദിച്ചു, നിന്റെ വാക്കെവിടെ? അവസാനം അർജുനൻ ശപഥം ചെയ്ത വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ട് അഗ്നിയിൽ പ്രവേശിച്ച് മരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ശ്രീകൃഷ്ണൻ വന്നിട്ട് അർജുനെയും കൂട്ടി സ്വർഗത്ത് പോയിട്ട് ബ്രാഹ്മണന്റെ 9 കുട്ടികളെയും കൂട്ടിയിട്ട് തിരിച്ചു വന്നൊരു കഥ ഭാഗവതത്തിലുണ്ട്. ആ കഥക്ക് വന്നതിന് ശേഷമാണ് കൃഷ്ണനെ സന്താന ഗോപാല കൃഷ്ണ എന്ന് വിളിക്കുന്നത്. ആ സന്താന ഗോപാലന്റെ രാജ്യമായ ഇന്ത്യയിലാണ് കുട്ടികൾ മരിക്കുന്നതിൽ 3-ാം സ്ഥാനം. 1, 2 സ്ഥാനം ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ്. ആധുനിക ഇന്ത്യ അമേരിക്കയുടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഇന്ത്യയിൽ എന്താ ഇങ്ങനെ? ഗൗരവതരമായി നമ്മൾ പരിശോധിക്കേണ്ടതാണ്. സംസ്കാരത്തെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ സംസ്കാരം എന്ന് പറയുന്നത് ഈടുവെപ്പുകളിൽ നിന്ന്, കടന്നു വന്ന വഴികളിൽ നിന്ന്, ചരിത്രത്തിൽ നിന്ന് ഊർജം ശേഖരിച്ചുകൊണ്ട് വർത്തമാന കാലഘട്ടത്തിന്റെ യാഥാർത്ഥ്യങ്ങളുമായി ഒരച്ചു കത്തിച്ച് അതിന്റെ വെളിച്ചത്തിൽ ഭാവി കാലത്തെ രൂപപ്പെടുത്തുന്നവനെയാണ് മനുഷ്യൻ എന്ന് പറയുക. അപ്പോൾ നമ്മുടെ ചരിത്രത്തെ പറ്റി ഗൗരവതരമായി പരിശോധിക്കണം. എങ്ങനെ? നമ്മുടെ രാജ്യത്ത് ബുദ്ധിമാന്മാരായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞതല്ല. ആണ്ടി നല്ല അടിക്കാരനാണെന്ന് ആണ്ടി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, മറ്റുള്ളവർ പറയണ്ടേ. ഇംഗ്ലണ്ടിൽ ഷേക്സ്പിയറിന്റെ കാലഘട്ടം മുതൽ ഒരു ചൊല്ലുണ്ടായിരുന്നു, വിസ്ഡം അറൈസ് ഫ്രം ഈസ്റ്റ്. വിവേകം കിഴക്ക് നിന്നാണ് ഉദിക്കുന്നത്. വിവേകം കിഴക്ക് നിന്ന് ഉദിക്കുന്നു. കിഴക്ക് നമ്മളാണ്, അവർ പടിഞ്ഞാറാണ്. അത് പറയാൻ കാരണം കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കുന്നതിന് 1000 കൊല്ലം മുമ്പ് യൂണിവേഴ്സിറ്റിയുണ്ട് നമ്മുടെ നാട്ടിൽ. നളന്ദ, തക്ഷശില സർവകലാശാലകളുണ്ട് നമ്മുടെ നാട്ടിൽ. അറിയണം, ശാരദ എന്ന് പറയുന്ന ഒരു സർവകലാശാല 2000 കൊല്ലം മുമ്പ് കാശ്മീരിൽ ശാരദ എന്ന് പറയുന്ന ഒരു സർവകലാശാല ഉണ്ടായിരുന്നു. ആ സർവകലാശാലയെ കുറിച്ച് കൽഹണൻ എന്ന് പറയുന്ന ആള് ഒരു പുസ്തകം എഴുതിയിരുന്നു. ആ പുസ്തകം ഇപ്പൊ മലയാളത്തിലേക്ക് നമ്മുടെ കൊച്ചിയത്ത് സദാനന്ദൻ തർജ്ജിമ ചെയ്യുന്നുണ്ട്. ആ പുസ്തകം മാതൃഭൂമി ബുക്സ് ആണ് പ്രസിദ്ധീകരിക്കുന്നത്. ആ കൽഹണന്റെ പുസ്തകത്തിൽ അവതാരിക എഴുതാൻ വേണ്ടിയിട്ട് ആ പുസ്തകം എനിക്ക് തന്നിട്ടുണ്ട് കൊച്ചിയത്ത്. അത് വായിച്ചപ്പോഴാണ് ഇത്രയും കാലം പഴക്കം, ഇത്രയും പഴയ കാലത്ത് ഈ കേരളത്തിൽ ജനിച്ച ഒരു മനുഷ്യൻ കാശ്മീരിലെ ശാരദാ സർവകലാശാലയിൽ പോയി പഠിച്ച് അവിടുന്ന് ഡോക്ടറേറ്റ് നേടി അതേപോലെ പേരിൽ കർണാടകത്തിൽ ഒരു സർവകലാശാല ഉണ്ടാക്കി, ശാരദാ പീഠം എന്ന പേര്. ആ മനുഷ്യന്റെ പേരാണ് ആദിശങ്കരൻ, ജഗദ്ഗുരു ആദിശങ്കരൻ. കാശ്മീരിൽ പോയി പഠിച്ചിരുന്നു. അത്രയും വലിയ സർവകലാശാലകൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ഭൗതികവാദത്തെക്കുറിച്ച്, ഭൗതിക ശാസ്ത്രത്തെ പറ്റിയിട്ട് വലിയ ചർച്ചകൾ നടന്നിരുന്ന രാജ്യമായിരുന്നു ഇന്ത്യ. 18 പുരാണങ്ങളിൽ ഏതാണ്ട് 10-35,000 പേരുകളുണ്ട്. ഈ പേരുകളൊന്നും തന്നെ അർത്ഥരഹിതമായ പേരല്ല, ഇന്നത്തെ പേര് പോലെയല്ല. അന്നത്തെ പേരുകൾക്കെല്ലാം അർത്ഥമുണ്ട്, എല്ലാ പേരിനും അർത്ഥമുണ്ട്. ആ പേരുകളാണ് പിന്നീട് നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ പേരായി മാറി. ഇത്രയും പേരുകൾ ഉണ്ടാക്കിയില്ലേ? ധൃതരാഷ്ട്രം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മാത്രം 100 മക്കൾക്ക് പേരിട്ടില്ലേ? ഇപ്പൊ 2 മക്കൾക്ക് പേരിടാൻ വേണ്ടി കണ്ട നെറ്റിൽ തപ്പുക, കണ്ട ആളോട് ചോദിക്കുക നമ്മുടെ നാട്ടുകാർ. അപ്പോഴാണ്
ആവർത്തിക്കാതെ 100 പേരിട്ടു. ഇതൊരു ചെറിയ ബുദ്ധിയല്ലല്ലോ. ഈ 35,000 കഥാപാത്രങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ലക്ഷക്കണക്കിന് കഥകൾ ഉണ്ടാക്കിയില്ലേ? ആ കഥകളെല്ലാം പരസ്പര വിരുദ്ധമാകാതെ കൃത്യമായി എഴുതി വച്ചില്ലേ? ഇതാണ് നമ്മുടെ ഇതിഹാസ കൃതികൾ. അതൊക്കെ എഴുതിയത് നമ്മുടെ നാട്ടിലാണ്. ആ ഇതിഹാസ കൃതി എഴുതിയ, രാമായണവും മഹാഭാരതവും എഴുതിയ നമ്മുടെ നാട്ടിൽ എന്തേ ഒരു നോബൽ സമ്മാനം കിട്ടാത്തത്? രവീന്ദ്രനാഥ ടാഗോറിന്റെ ഗീതാഞ്ജലിക്ക് നോബൽ സമ്മാനം കിട്ടിയത് ആദ്യമായിട്ടാണ് ഭാരതത്തിൽ. അത് അവസാനവുമായിട്ടാണ്. അതിനുശേഷം ഒന്നിന് കിട്ടിയിട്ടില്ല. ടാഗോറിനെ ഇപ്പോൾ തമസ്കരിക്കാനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ പിന്നെ പറയാം. ഞാൻ പറഞ്ഞു വന്നത്, ഇത്രയും ബുദ്ധിമാന്മാരുണ്ടെന്ന് മാത്രമല്ല, നമ്മുടെ ആധുനിക ചികിത്സ ഉണ്ടാകുന്നതിനും 1500 കൊല്ലം മുമ്പ് ആധുനിക ചികിത്സയുണ്ടായത് എപ്പോഴാണ്? മെൻഡലിയഫിന്റെ പട്ടികയും 104 മൂലകങ്ങളും, ആ മൂലകങ്ങൾ ലാബറട്ടറികളിൽ ടെസ്റ്റ് ട്യൂബും ഫണലും ഉപയോഗിച്ച് രാസത്വരക ശക്തി കണ്ടെത്തിയും മരുന്നിന്റെ ഫലങ്ങൾ കണ്ടെത്തിയിട്ട് ആ മരുന്നുകൾ ഉണ്ടാക്കുകയും രോഗം നിശ്ചയിക്കാൻ വേണ്ടി സ്റ്റെതസ്കോപ്പും മൈക്രോസ്കോപ്പും എക്സ്റേയും സ്കാനിങ് മെഷീനും ഒക്കെ കണ്ടുപിടിച്ചിട്ട് നമ്മുടെ ആധുനിക ചികിത്സ ഇംഗ്ലീഷ് മരുന്ന് വന്നിട്ട് 10-200 കൊല്ലമേ ആയിട്ടുള്ളൂ. എന്നാൽ ആ 200 കൊല്ലത്തിനേക്കാൾ 1500 കൊല്ലം മുമ്പ് ഒരു ലാബറട്ടറിയും ഒരു ടെസ്റ്റ് ട്യൂബും ഫണലും ഇല്ലാത്ത കാലത്ത് നമ്മുടെ നാട്ടിലെ മരങ്ങളുടെയും ചെടികളുടെയും വള്ളികളുടെയും ഇലയും തൊലിയും പൂവും കായും വേരും തണ്ടും വായിലിട്ട് ചവച്ചരച്ചു നോക്കിയിട്ട് വാദത്തിന് പറ്റുമോ, പിത്തത്തിന് പറ്റുമോ, കഫത്തിന് പറ്റുമോ എന്ന് മനസ്സിലാക്കിയിട്ട് ആയിരക്കണക്കിന് കഷായവും അരിഷ്ടവും ലേഖ്യവും വടകങ്ങളും ഗുളികകളും തൈലങ്ങളും ഉണ്ടാക്കിയ ചരകനും സുശ്രുതനും സഞ്ജീവിനി മഹർഷിയും നമ്മുടെ നാട്ടുകാരായിരുന്നു. ബുദ്ധി കൊണ്ട് നമ്മുടെ രാജ്യം അത്രയും മുന്നിലായിരുന്നു. എന്നിട്ട് എന്താണ് നമ്മുടെ രാജ്യം പിന്നിലായി പോയത്? ആരാണ് പിന്നിലാക്കിയത്? ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ഒരു വരിയുണ്ട്. ജടയുടെ സംസ്കാര പനയോലക്കെട്ടൊക്കെ പൊടികെട്ടി പുഴുകുത്തി ചിതലുമുറ്റി ചികയുന്നോ ചിരിവരും ചിലതിനിയുമുണ്ടെന്നോ ചിതയിലേക്ക് അവയെടുത്തെറിയൂ വേഗം. ജടയുടെ സംസ്കാരം, ജഡ എന്ന് പറഞ്ഞാൽ ജഡ പിടിച്ചിരിക്കുന്ന സന്യാസിമാർ. സന്യാസിമാരെ കുറിച്ചിട്ട് ഭജഗോവിന്ദത്തിൽ ശങ്കരാചാര്യർ പറയുന്നുണ്ട്, ജഡിനി മൂണ്ടിലും ചിതകേശ കാഷായാംബര ബഹുകൃതവേഷ. ജഡിനികൾ, ജഡ പിടിച്ച മുടിയുള്ളവർ. മുണ്ടികൾ, മുണ്ടനം ചെയ്ത മൊട്ടത്തലയുള്ളവർ. ലുംചിതകേശികൾ, മുടി കത്രിച്ച് ഒപ്പിച്ചു മുറിച്ചവർ. കാഷായാംബരധാരികൾ. ഇങ്ങനെ പലരും നടക്കുന്നുണ്ട്. അവസാനം ശങ്കരാചാര്യർ തന്നെ പറയുന്നുണ്ട് അതില്, ആ ശ്ലോകത്തിന്റെ അവസാനത്തെ വരി എന്താണെന്നറിയോ? ഉദരനിമിത്തം ബഹുകൃതവേഷം എന്നാണ്. വയറ് നിറക്കാൻ വേണ്ടി കെട്ടുന്ന വേഷങ്ങളാണെന്ന് ഞങ്ങളാരും പറഞ്ഞതല്ല, ശങ്കരാചാര്യർ. അപ്പൊ ആ ജഡയുടെ സംസ്കാരം, സന്യാസിമാർ എഴുതി വെച്ച സംസ്കാരം, അതിനെക്കുറിച്ച് വയലാർ രാമവർമ്മയുടെ സർഗസംഗീതം എന്ന മനോഹരമായ ഒരു കവിതയുണ്ട്. ആ കവിതയുടെ തുടക്കം തന്നെ എന്താണ്? ആരണ്യാന്തരഗഹ്വരോദര തപസ്ഥാനങ്ങളിൽ സൈന്ധബോധാര ശ്യാമ മനോഭിരാമ പുളിനോബന്ധ പ്രദേശങ്ങളിൽ ആരന്തർമുഖമി പ്രപഞ്ച പരിണാമോഭിന്ന സർഗക്രിയാസാരം തേടി അലഞ്ഞു പണ്ട് അവരിലെ ചൈതന്യമൻ ദർശനം. കാട്ടിനകത്ത്, ഗുഹയ്ക്കകത്ത്, സിന്ധു നദിയുടെ കറുത്ത മണൽത്തിട്ടകളിൽ ആരായിരുന്നു അന്തർമുഖരായിട്ട് ഈ പ്രപഞ്ചത്തിന്റെ മാറ്റങ്ങളുടെയും സർഗാത്മകതയുടെയും സാരം തേടി അലഞ്ഞത്? അവരുടെ ദർശനമാണ് എന്റെ ദർശനമെന്ന് പ്രഖ്യാപിക്കാൻ വയലാറിന് കഴിഞ്ഞു. ആ സന്യാസിമാർ എഴുതി വച്ചിരിക്കുന്ന ദർശനങ്ങൾ, ആ ദർശനങ്ങൾ എന്തുകൊണ്ടാണ് അന്നത്തെ ബുദ്ധി പിന്നീട് ഈ രാജ്യത്തിന്റെ ബുദ്ധിയുടെ വികാസമായി മാറാത്തത്?